Okay. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായല്ലോ. അത് കാരണം നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി. എന്നാൽ നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒന്നും വിലയിൽ ഒരു മാറ്റമില്ല. ഇപ്പോൾ എന്നല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് മാറ്റമില്ല. കാരണം എന്തായിരിക്കും? അതിന് നമ്മൾ 2010 പോകണം. 2010 രാജ്യത്ത് പെട്രോൾ പ്രൈസിങ് ഡീറെഗുലേറ്റ് ചെയ്തു. ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അതുവരെ ഗവൺമെൻറ് ആയിരുന്നു ഈ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. അത് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് കൊടുത്തു തീരുമാനിക്കാൻ. അതിവിടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ OMC കമ്പനികളാണ്. OMC കമ്പനികളായിട്ടുള്ള IOC, BPCL, HP ഇവരാണ് ഈ പ്രൈസിങ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിനുശേഷം 2014 ഡീസലും ഡീറെഗുലേറ്റ് ചെയ്തു. 2010 മുമ്പ് ഗവൺമെൻറ് ഇതിനായിട്ട് കുറച്ച് സബ്സിഡിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു. കാരണം ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്തെങ്കിലും വേരിയേഷനോ കാര്യങ്ങളോ വരുമ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കിട്ടിയിരുന്ന പെട്രോളും ഡീസലും എല്ലാം ശരിക്കുള്ള ക്രൂഡ് പ്രൈസിനേക്കാൾ ചിലപ്പോൾ താഴെയുള്ള വിലയിലും കിട്ടിയിട്ടുണ്ടാവും. കാരണം ആ സമയത്ത് സബ്സിഡിയും കാര്യങ്ങളും വെച്ച് ഇങ്ങനെ നിർത്തി ആ ഒരു ഫിക്സ്ഡ് അധികം വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ പിടിച്ച് നിർത്തിയിരുന്നു ഗവൺമെൻറ് അവിടെ. അത് പലപ്പോഴും OMC കമ്പനികൾക്ക് ആ സമയത്ത് നഷ്ടം വരുത്തി. ഇതിന് ശേഷം ഈ ഡീറെഗുലേഷന് ശേഷം ഈ ഒരു സാഹചര്യം മാറി. ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2014 ഓഗസ്റ്റിൽ ബാരലിന് $102 ഉള്ളപ്പോൾ പെട്രോളിൻ്റെ വില 73 രൂപയായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 2024 ബാരലിന് $78 ഉള്ളപ്പോൾ പെട്രോളിൻ്റെ വില 100 രൂപയോളമായി. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ഒന്നും ഒരു വലിയ വില മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ആ ബാരലിന് $68, $70 റേഞ്ചിലാണിപ്പോൾ. ഈ കാര്യത്തിലൊരു മെയിൻ വില്ലനാണ്, ഈ കാര്യത്തിൽ എന്നല്ല പല കാര്യത്തിലും ഒരു മെയിൻ വില്ലനാണ് നമ്മുടെ രാജ്യത്തെ ടാക്സ്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുക്കാം. എല്ലാം കൂടിയും ചേർത്ത് ടോട്ടൽ ടാക്സ് വരിക 45 രൂപ 90 പൈസയാണ്. നമ്മളിപ്പോൾ ഒരു 100 രൂപക്ക് പെട്രോൾ അടിച്ചാൽ അതിൽ 43 രൂപയും ഗവൺമെൻറ്റിന് കിട്ടി. ഇപ്പോൾ യുദ്ധങ്ങളുടെ കാര്യത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് വേൾഡ് വാർ 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഇതായിക്കോട്ടെ, എല്ലാം കൊണ്ടും നഷ്ടങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇവിടെ റഷ്യ-ഉക്രൈൻ വാർ കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ ഒരു രാജ്യം അത് ഇന്ത്യക്കാണ്. ഈ 2022 റഷ്യ-ഉക്രൈൻ വാറിൻ്റെ സമയത്ത് ഈ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ റഷ്യയായിട്ടുള്ള ഈ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. ഈ സമയം ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഈ റഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ഓയിൽ വാങ്ങി. വെറുതെ വാങ്ങല്ല, ബാരലിന് $20, $30 എല്ലാം ഡിസ്കൗണ്ട് റേറ്റിലാണ് വാങ്ങിയത്. ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $120 ഉള്ള സമയത്ത് നമുക്ക് റഷ്യൻ ഓയിൽ എന്ത് ചെയ്തു? ബാരലിന് $90, $100 റേഞ്ചിൽ കിട്ടി. അതുകൊണ്ട് തന്നെ വലിയൊരു ക്യാഷ് സേവ് ചെയ്യാൻ പറ്റി. അവിടെ എല്ലാം സംഭവം അവിടെ കഴിഞ്ഞില്ല. ഇന്ത്യ എന്ത് ചെയ്തു? ആവശ്യത്തിലേറെ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? അത് യൂറോപ്യൻ യൂണിയന് മറിച്ചു വിറ്റു. കാരണം ഓൾറെഡി യൂറോപ്യൻ യൂണിയൻ 2022 റഷ്യയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചാണ്. ഡീസെൻട്രലൈസേഷൻ, 40% വരുന്ന ടാക്സ്, റഷ്യൻ ഓയിലിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന പെട്രോൾ പ്യുവറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ തെറ്റി. അതിപ്പോൾ റഷ്യൻ്റെ പ്രശ്നമൊന്നുമല്ല, മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ്. എഥനോൾ ബ്ലെൻഡിങ്. ഈ മെയിനായിട്ട് കരിമ്പിൽ നിന്നാണ് ഈ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ എഥനോൾ എന്ത് ചെയ്യും? പെട്രോളിൽ മിക്സ് ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഓയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യണത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പമ്പിൽ നിന്ന് പോയിട്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിലോ കാറിലോ ഒക്കെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ അത് പ്യുവറല്ല. അപ്പോൾ അതിലൊരു 10-15% ഈ എഥനോളും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ കാറിനോ അല്ലെങ്കിൽ ബൈക്കിനോ ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡാണ്. കാറിനനുസരിച്ച് അല്ലെങ്കിൽ ബൈക്കിനനുസരിച്ച് പല രീതിയിലാണത്. 10% എഥനോളൊക്കെ ആവുന്ന ടൈമിൽ പ്യുവർ പെട്രോളിനേക്കാൾ ഒരു 3% എനർജി കുറയും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ മൈലേജിനെ ബാധിക്കുകയാണ്. ഇതിപ്പോൾ ഓരോ വാഹനങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി 2020 ശേഷമുള്ള വാഹനങ്ങൾ എടുക്കുക.
കാരണം മൈലേജിനെ കാര്യമായിട്ട് ബാധിക്കില്ല. ഒരു 2015 മുമ്പുള്ള വാഹനങ്ങളാകുമ്പോൾ ഒരു 10% മുതൽ 15% വരെ മൈലേജിന് ബാധിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ ഒരു പഴയൊരു പെട്രോൾ കാർ ഉണ്ടെന്ന് കരുതുക. ഒരു 15 കിലോമീറ്റർ അതിൻ്റെ മാക്സിമം മൈലേജ് ഉള്ളൂ. ഈ എഥനോൾ കാരണം ചിലപ്പോൾ 13.5 മാത്രമേ കിട്ടുള്ളൂ. OMC കമ്പനിയിൽ നിന്നുള്ള ഒരു ഡിവിഡൻഡ് ഒരു 14,000 കോടി. അതേമാതിരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല പെട്രോളിൽ നിന്നുള്ള ടാക്സ് ഒരു 19 രൂപ 90 പൈസ വെച്ച് ഓരോ സ്റ്റേറ്റിൽ നിന്നും പിരിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഓരോ പെട്രോളിനും ഗവൺമെൻറ്റിന് 19 രൂപ 90 പൈസ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. അതേമാതിരി ഡീസലിന് 15 രൂപ 80 പൈസയും കിട്ടുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു 4.5 ലക്ഷം കോടി ഇയർലി വരുമാനമുണ്ട്. അതേപോലെ കേരള സ്റ്റേറ്റിനും അവരെ വാറ്റ് സെസ് ഉൾപ്പെടെ എല്ലാത്തിനും കൂടി ഒരു 12,000 മുതൽ 15,000 കോടി വരെ അവർക്കും റവന്യൂ ഉണ്ട്. പിന്നെ എഥനോൾ ബ്ലെൻഡിങ് വഴി ഒരു 24,000 കോടി. ഇപ്പോൾ റഷ്യൻ ഓയിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങണതിൻ്റെ എല്ലാം കൂടി ഒരു 65,000 കോടി. ഇതിപ്പോൾ ഇത് കൂട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സംഖ്യയായി. ഈ ക്രൂഡ് ഓയിലിൻ്റെ ബേസിൽ ഗവൺമെൻറ്റിന് അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. അത് ജനങ്ങളിലേക്ക് എന്തെങ്കിലും സർവീസായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്.